നമുക്കിന്ന് നമ്മളെ പാർട്ട് 3 സംസാരിക്കാം. ഇന്ന് നമ്മൾ പാർട്ട് 3 സംസാരിക്കാൻ പോകുന്നത് പ്രൈം നമ്പേഴ്സിനെ പറ്റിയാണ്. പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ 8ാം ക്ലാസ് തൊട്ടേ പഠിക്കണതാണ് എന്താണ് പ്രൈം നമ്പർ എന്ന്. പ്രൈം നമ്പർ എന്ന് പറയുമ്പം ഓൺലി 2 ഫാക്ടേഴ്സ് ആയിരിക്കും. നമ്പറിന് ഓൺലി 2 ഫാക്ടേഴ്സ് ആയിരിക്കും എന്ന് പറയുമ്പം ഇപ്പോൾ 2 എന്ന് പറഞ്ഞ ഒരു നമ്പറിന് നമുക്ക് 1 വെച്ച് 2 വെച്ച് മാത്രമേ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിനെയാണ് നമ്മൾ എന്തോന്ന് പ്രൈം നമ്പേഴ്സ് എന്ന് പറയണം. എന്നാൽ ഇപ്പോൾ 6 എന്ന് പറഞ്ഞൊരു നമ്പർ എടുത്താൽ അത് ഇതൊക്കെ ആയിരിക്കും അതിൻ്റെ ഫാക്ടേഴ്സ്. 1, 2, 3, 6. നമ്മൾ ഒരു കാര്യം നോക്കിയാൽ മതി. 6 വെച്ചിട്ട് 1 ചെയ്യാൻ പറ്റൂലേ? 6 വെച്ച് 2 ചെയ്യാൻ പറ്റൂലേ? 6 വെച്ച് 3 ചെയ്യാൻ പറ്റൂലേ? 6/6 ചെയ്യാൻ പറ്റൂലേ? അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സാണ് 6-നുള്ളത്. അതേപോലെ എന്തൊക്കെയാണ് പ്രൈം ഫാക്ടേഴ്സ് എന്ന് നമുക്ക് നോക്കാം. 2 ഒരു പ്രൈം ഫാക്ടറാണ്, 3 ഒരു പ്രൈം നമ്പറാണ്. ദെൻ 4 ഒരു പ്രൈം നമ്പറാണോ? അല്ല. കാരണം 1, 2 പിന്നെ 4 പറഞ്ഞുണ്ട്. അപ്പോൾ 3 എണ്ണം പറഞ്ഞുണ്ട്. അതുകൊണ്ട് 4 ഒരു പ്രൈം അല്ല, 5 ഒരു പ്രൈം നമ്പറാണ്. മനസ്സിലായോ? 1 മുതൽ 100 വരെ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ടെന്ന് അറിയാമോ? 25 പ്രൈം നമ്പേഴ്സാണ് ടോട്ടലി ഉള്ളത്. 1 മുതൽ 100 വരേൻ്റെ ഇടയിൽ 25 പ്രൈം നമ്പേഴ്സാണ് ഉള്ളത്. അത് നമുക്ക് വേറൊന്ന്. പിന്നെ 2 ഈസ് ദി ഓൺലി ഈവൻ പ്രൈം നമ്പർ. വേറെ ഒരെണ്ണം പോലും ഈവൻ പ്രൈം നമ്പർ വരില്ല. എന്ന് പറയുമ്പോൾ ഈവൻ പ്രൈം നമ്പർ വന്നാൽ ഇപ്പോൾ 24 എന്ന് പറഞ്ഞൊരു നമ്പർ വന്നു, അത് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഏതൊരു ഈവൻ നമ്പേഴ്സും 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ അതെന്തോന്നാണ്? ഒരു പ്രൈം നമ്പർ അല്ലേതായിരിക്കും. അപ്പം ഓൺലി ഈവൻ പ്രൈം നമ്പർ ഇസ് 2 ആൻഡ് സ്മാളസ്റ്റ് പ്രൈം നമ്പറും 2 ആണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് 100ൻ്റെ അകത്ത് പറഞ്ഞ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1 മുതൽ 25 വരെ ഇടയ്ക്കുള്ളത് 9 പ്രൈം നമ്പേഴ്സ് വരും. 26 to 50 വരെ 6 പ്രൈം നമ്പേഴ്സ് വരും. 51 to 75 വരെ 6 പ്രൈം നമ്പേഴ്സ് വരും. 76 to 100ൻ്റെ ഇടയിൽ എത്ര പ്രൈം നമ്പേഴ്സ് വരും? 4 പ്രൈം നമ്പേഴ്സ് വരും. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്? അപ്പോൾ എത്ര? 10, 16, 25. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് നോക്കാം. 2 ഒരു പ്രൈം നമ്പർ അല്ലേ? 3 ഒരു പ്രൈം നമ്പർ അല്ലേ? 4, പിന്നെ 7, 9 വരോ? ഇല്ല. 11. നമ്മൾ ഓഡ് നമ്പർ നോക്കിയാൽ മതി. 13 ആണ്. 15 ആണോ? അല്ല. പിന്നെ 17, പിന്നെ 19, 21 ആണോ? അല്ല. 23 ആണോ? ആണ്. സോ എത്രയായി ഇപ്പം? 3, 6, 9. ഇനി നമുക്ക് 26ൻ്റെ 50ൻ്റെ ഇടയിൽ എത്ര എണ്ണം ഉണ്ട്? 6 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയെന്ന് നോക്കാം. 27ന് 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതില്ല. അപ്പോൾ 29, പിന്നെ 31, പിന്നെ 37, 41, 43, 47 അങ്ങനെ പോകും. അതെത്രയാണ്? 3, 6 എണ്ണം. പിന്നെ 51ൻ്റെ 75ൻ്റെ ഇടയിൽ 6 പ്രൈം നമ്പേഴ്സ് ഉണ്ടായിരിക്കും. 53, 59, 61, 67, 71, 73 അങ്ങനെ 6 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ 76ൻ്റെ 100ൻ്റെ ഇടയിൽ എത്ര എണ്ണം ഉണ്ട്? 4 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. 79, 83, 89, പിന്നെ 97 അങ്ങനെ 4 എണ്ണമാണ് ഉള്ളത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 2 ഈസ് ദി ഓൺലി ഈവൻ പ്രൈം നമ്പർ. ഇത് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഇത് നിങ്ങൾ എഴുതി വയ്ക്കണം, നോട്ട് ചെയ്ത് വയ്ക്കണം. പിന്നെ രണ്ടാമത് സ്മാളസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഏതാണ്? 3 ഡിജിറ്റ് നമ്പർ എന്തോന്ന്? പ്രൈം നമ്പർ. 3 ഡിജിറ്റ് പ്രൈം നമ്പർ എത്രയാണ്? 101. അപ്പം ലാർജസ്റ്റ് 3 ഡിജിറ്റ് പ്രൈം നമ്പർ ഏതാണ്? 997 നമ്മുടെ ലാർജസ്റ്റ് 3 ഡിജിറ്റ് പ്രൈം നമ്പർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതാണ്. അങ്ങനെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എഴുതി വെക്കണം എല്ലാവരും. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് 100ൻ്റെയും 1ൻ്റെയും 200ൻ്റെ ഇടയിൽ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്. 1ൻ്റെയും 100ൻ്റെ ഇടയിൽ 25 പ്രൈം നമ്പേഴ്സ് ഉണ്ടെങ്കിൽ 1ൻ്റെ 200ൻ്റെ ഇടയിൽ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാമോ? ഇമ്പോർട്ടൻ്റ് ആണ്. 46 പ്രൈം നമ്പേഴ്സാണ് ഉള്ളത്. അപ്പോൾ എത്ര? ഈ 100ൻ്റെ 200ൻ്റെ ഇടയിൽ അപ്പോൾ എത്ര കാണും? അത് 46 - 25 എത്ര? 21 പ്രൈം നമ്പേഴ്സ് ഇതിൻ്റെ ഇടയിലുണ്ടായിരിക്കും. അപ്പോൾ ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്ത് വെക്കേണ്ടത്. അതുപോലെ തന്നെ
ഒരുണ്ട് കൺസിക്യൂട്ടീവ് പ്രൈം നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ 3, 5, 7, അതുപോലെ തന്നെ 5, 7, 11, അതുപോലെ തന്നെ 7, 11, 13, ഇങ്ങനെ 3 കൺസിക്യൂട്ടീവ് പ്രൈം നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് കൺസിക്യൂട്ടീവ് പ്രൈം നമ്പേഴ്സ് എങ്ങനെ എടുക്കണമെന്ന് അറിയാമല്ലോ. അടുത്തടുത്ത് കിടക്കണമുള്ള പ്രൈം നമ്പേഴ്സ് അത് സ്മാളസ്റ്റ് പ്രൈം നമ്പേഴ്സാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഇത് 3 കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 5 × 7, ഇത് 3 കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 105 എന്ന് കിട്ടും മൾട്ടിപ്ലൈ. അതുപോലെ തന്നെ ഇത് 3 കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 385 എന്ന് വരും. ഇതാ 7 × 11 × 13 എത്ര കിട്ടും? 1001. 1001 എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നമ്പറാണ്, സ്പെഷ്യൽ നമ്പർ. ഈ നമ്പർ നമ്മൾ എവിടെ യൂസ് ചെയ്യും എന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിൽ പറഞ്ഞു തരുന്നതാണ്. സോ ഇത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം. പ്രത്യേകിച്ച് ഈ ഒരു 7, 11, 13 എന്ന് പറഞ്ഞ കൺസിക്യൂട്ടീവ് നമ്പറിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1001 കിട്ടും. അത് എന്തായാലും നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ്. ഇത് നമ്മൾ പല ക്വസ്റ്റ്യൻസിലും ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ 2, 3 ഒഴികെയുള്ള പ്രൈം നമ്പേഴ്സിന് ഓൾമോസ്റ്റ് എല്ലാ പ്രൈം നമ്പേഴ്സിൻ്റെയും ഫോം എങ്ങനെയായിരിക്കും എന്നറിയാമോ? എഴുതി വെച്ചോളണം. 2, 3 ഒഴികെ എക്സെപ്റ്റ് 2 and 3 പ്രൈം നമ്പേഴ്സ് എങ്ങനെയായിരിക്കും അതിൻ്റെ ഫോം എങ്ങനെയായിരിക്കും നമ്മൾ എഴുതണം? 6k ± 1. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 6k ± 1. എല്ലാം ഇങ്ങനെ ആയിരിക്കണമെന്നില്ല, എന്നാൽ ഓൾമോസ്റ്റ് പ്രൈം നമ്പേഴ്സ് ഇതേപോലെ. നിങ്ങളൊരു നമ്പർ k = 1 എടുക്കുകയാണെങ്കിൽ k × 1 + 1 എത്രയാണ്? 7. 6 × 1 - 1 എത്രയാണ്? 5. എന്നാൽ k = 2 എത്രയാണ്? 6 × 2 + 1 13. എന്നാൽ 6 × 2 - 1 11. മനസ്സിലായോ? x = 3 ആണെങ്കിൽ x × 6 6 × 3 + 1 = 18 + 1 19. 18 × 3 6 × 3 - 1 എത്രയാണ്? 17 ആണ്. അപ്പോൾ ഇതെല്ലാം പ്രൈം നമ്പേഴ്സ് അല്ലേ? സോ ഇതാണ് നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ഫോം. ഇതാണ് പ്രൈം നമ്പേഴ്സിൻ്റെ ഓൾമോസ്റ്റ് എല്ലാത്തിനും പ്രൈം നമ്പേഴ്സ് ഇങ്ങനെ. ഇപ്പോൾ ഒരു നമ്പർ തന്നിട്ട് അത് പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു ക്വസ്റ്റ്യൻ എടുക്കാൻ എന്ന് പറയുമ്പം ഇതൊരു പ്രൈം നമ്പർ ആണോ അല്ലേ എന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ നോക്കണം. 163 എന്ന് പറഞ്ഞൊരു നമ്പർ അത് പ്രൈം നമ്പർ ആണോ അല്ലേ എന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 144ും 169ൻ്റെ ഇടയിലല്ലേ 163. അത് 12ൻ്റെ റൂട്ട് 12ൻ്റെ സ്ക്വയറും 13ൻ്റെ സ്ക്വയറുമാണ് എന്തോന്ന് 163. ഇതിൻ്റെ ഇടയിലായിരിക്കില്ലേ 163. സോ അപ്പം 12 പോയിൻറ്റ് സംതിങ് ആയിരിക്കും നമുക്ക് റൂട്ട് 163 എന്ന് പറയുമ്പോൾ 12 പോയിൻറ്റ് സംതിങ് ആയിരിക്കും. ഈ 12ൻ്റെ താഴെയുള്ള എല്ലാ പ്രൈം നമ്പേഴ്സും നമ്മൾ എടുക്കും. 2, 3, 5, 7, 11. ഇത് ഇത്രയും 163 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയാൽ മാത്രം മതി. 163 വെച്ച് 2 ചെയ്യാൻ പറ്റുമോ? പറ്റൂല. 163 × 3 /3 ചെയ്യാൻ പറ്റുമോ? 6, 7, 10 പറ്റൂല. 163/5 ചെയ്യാൻ പറ്റുമോ? പറ്റൂല. 163/7 ചെയ്യാൻ പറ്റുമോ? പറ്റൂല. 163/11 ചെയ്യാൻ പറ്റുമോ? പറ്റൂല. സോ ഇറ്റ് ഈസ് എ പ്രൈം നമ്പർ. സോ 163 പ്രൈം നമ്പറാണ്. അതുപോലെ തന്നെ നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുകയാണ്. 171 എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. അത് നമ്മളെങ്ങനെ ചെയ്യും? 171 എന്ന് പറയുമ്പോൾ 169ൻ്റെയും 196ൻ്റെയും ഇടയിലാണ്. 13ൻ്റെ സ്ക്വയറും 14ൻ്റെ സ്ക്വയർ. അപ്പം നമ്മൾ ആദ്യം എന്തോന്ന് റൂട്ടിലോട്ട് എഴുതും. 171ൻ്റെ റൂട്ട് എടുക്കും. അപ്പം 13 പോയിൻറ്റ് സംതിങ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം ഇതിൻ്റെ അടിയിലുള്ള എല്ലാം ഒരിക്കലും 13 എടുക്കില്ല. അതിൻ്റെ ബിലോ ഉള്ള എല്ലാ പ്രൈം നമ്പേഴ്സ് എടുക്കണം. 2, 3, 5, 7, 11. അങ്ങനെ ഇത്ര എണ്ണമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം 171 11 വെച്ച് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. 171 7 വെച്ച് ചെയ്യാൻ പറ്റുമോ?
പറ്റൂല. 171 5 വെച്ച് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. 171 3 വെച്ച് ചെയ്യാൻ പറ്റുമോ? പറ്റും. അപ്പം എന്തോന്ന് എഴുതും? 171 ഈസ് നോട്ട് എ പ്രൈം നമ്പർ എന്ന് നമ്മൾ എഴുതും. മനസ്സിലായോ? ഇത് അറിഞ്ഞുകൂടാത്തവർ ചോദിച്ചാൽ മതി, ഞാൻ ഒരിക്കൽ കൂടി ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന പ്രൈം നമ്പേഴ്സിനെ പറ്റിയാണ്, പക്ഷേ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്തോതിനെ പറ്റിയാണ്? നമ്മുടെ ഒരു ഇൻറ്റിജറിനെ പറ്റിയാണ്. എന്താണ് ഇൻറ്റിജർ? നമുക്കിത് ഇവിടെ എഴുതാം. എന്താണ് ഇൻറ്റിജർ? ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇൻറ്റിജർ എന്ന് പറയുമ്പം എല്ലാ നെഗറ്റീവ് നമ്പേഴ്സും സീറോയും എല്ലാ പോസിറ്റീവ് നമ്പേഴ്സിനെയാണ് ഒരു ഇൻറ്റിജർ എന്ന് പറയുന്നത്. എന്നാൽ അതിലൊരു ഡെസിമൽസ് കാണൂല. എന്ന് പറയുമ്പോൾ 0.7 അതൊന്നും ഒരു ഇൻറ്റിജർ അല്ല. 4.2 അതൊന്നും ഒരു ഇൻറ്റിജേഴ്സേ അല്ല. അപ്പം ഒരു ഇൻറ്റിജേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ വട്ടം പറഞ്ഞതാണ് എല്ലാ നമ്പേഴ്സും മൈനസും നെഗറ്റീവും പോസിറ്റീവും സീറോവും എല്ലാം, പക്ഷേ അതിൻ്റെ അകത്ത് ഡെസിമൽസ് വരില്ല എന്നുള്ളതാണ്. സോ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ? ഇഫ് എം ആൻഡ് എൻ ആർ ഇൻറ്റിജേഴ്സ്, എമ്മും എന്നും ഇൻറ്റിജേഴ്സാണ്, ഡിവിസിബിൾ ബൈ 5 എന്നാൽ അത് ഡിവിസിബിൾ ബൈ 5 ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് നെസസറിലി ട്രൂ. അപ്പം 5 വെച്ച് ഡിവിസിബിൾ ചെയ്യണ 5 വെച്ച് ഡിവിസിബിൾ പറ്റുന്നതാണ് എമ്മും എന്നും. എന്ന് പറയുമ്പം 5, 10, 15, 20, 25 അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അതേപോലെ തന്നെ -10, -5, -10, -10, -15 അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇതെല്ലാം 5 വെച്ച് ഡിവിസിബിളാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. അത് നമുക്ക് എ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കാം. എ ഓപ്ഷൻ്റെ അകത്ത് എന്തോന്നാണ് പറഞ്ഞിട്ടുണ്ട്? M - N എന്ന് പറയുന്നത് 5 ആയിരിക്കും. 5 വെച്ച് ഡിവിസിബിൾ ആയിരിക്കും. അപ്പോൾ എമ്മിനെ നമ്മൾ 10 എന്നെടുത്ത്, എന്നിനെ നമ്മൾ 5 എന്നെടുത്ത്. അപ്പം 10 - 5 ഡിവൈഡഡ് ബൈ 5 അപ്പം പറ്റുമല്ലോ. അതേപോലെ തന്നെ നമ്മൾ 25 10 കുറയ്ക്കുകയാണ്, ഡിവൈഡഡ് ബൈ 5 അല്ലേ? അല്ലെങ്കിൽ പോട്ടെ, 25 - 10 എത്രയാണ്? 15. അത് ഡിവിസിബിൾ ബൈ 5 അല്ലേ? അതെ. അടുത്ത് 35 - 25 എത്രയാണ്? 10. അത് ഡിവിസിബിൾ ബൈ 5 അല്ലേ? അതെ. നമുക്കൊരു നെഗറ്റീവ് നമ്പർ എടുത്ത് നോക്കാം. M = -10ഉം N = -5. അപ്പോൾ -5 + 5 ഡിവൈഡഡ് ബൈ 5 എത്രയാണ്? -5/5. 5 - 5 ഡിവിസിബിൾ അല്ലേ 5 വെച്ച്? അപ്പോൾ അതും ശരിയാണ്. സോ നമ്മളെ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റാണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ എടുത്ത് നോക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ്റെ അകത്ത് M² - N² എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 25 ആയിരിക്കണം. അപ്പം നമ്മൾ M എന്ന് പറയണം, M എത്ര ആയിരിക്കും? എമ്മും എന്നും എത്ര ആയിരിക്കും? 5, 10, 15, 20 അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. സോ നമ്മൾ എമ്മിനെ 20 എന്നും എടുത്ത് എന്നിനെ നമ്മൾ 15 എന്നും എടുത്ത്. അപ്പം M² - N² എന്ന് പറയുമ്പോൾ അത് 20² - 15² എത്രയാണ്? 400 - 225. അപ്പോൾ എത്ര കിട്ടും? 400 ൽ നിന്ന് 225 കുറച്ചാൽ 5, 9, 3, 7, 175 എന്ന് കിട്ടും. 175 25 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും, ഡിവിസിബിളാണ്. ഇപ്പോൾ M = 10ഉം N = -5 എടുത്താലാ 10² + -5 സോറി, ഇവിടെ മൈനസ് ആണ്. അപ്പോൾ എത്ര കിട്ടും? 100 - 25 75. 75 ഡിവിസിബിൾ ബൈ 25 അല്ലേ? പറ്റും. അപ്പം നമ്മൾ രണ്ടാമത്തെ ഓപ്ഷനും ശരിയാണ്. 15 പോലത്തെ ഇപ്പം 5ൽ അവസാനിക്കണ ഒരു ടേമിൻ്റെ സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കാനുണ്ടെങ്കിൽ നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. നമ്മൾ 5ൻ്റെ സ്ക്വയർ ഇവിടെ എഴുതണം. എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്തെ ഒരു വാല്യൂ വരില്ല, അത് 1 × 2 എന്ന് പറഞ്ഞാൽ ഈ ഒരു ടേമിൻ്റെ അടുത്ത് കിടക്കുന്ന ടേമിനെ കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എത്ര? 1 × 2 എത്ര? 225 ആണ്. ഇതേപോലെ 25 ചെയ്ത് നോക്കി നോക്ക്. 25 ലാസ്റ്റ് എഴുതും, ലാസ്റ്റ് 2 × 3, 2ൻ്റെ അടുത്തുള്ള 3 അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 625. അതേപോലെ 35ൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 25 ആദ്യം എഴുതും, 3 × 4 എത്ര? 112. അപ്പോൾ 1225 ആയിരിക്കും നമുക്ക് കിട്ടണ ആൻസർ. സോ ഇങ്ങനെ നമ്മൾ ഷോർട്ട് കട്ട്സും കൂടി പഠിച്ചു വെക്കേണ്ടതാണ്. മനസ്സിലായോ? അടുത്ത് നമുക്ക് മൂന്നാമത്തെ നോക്കാം. ഒരു മിനിറ്റ്. നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. മൂന്നാമത്തെ ഓപ്ഷൻ C + N എന്ന് പറയണത്, അല്ല M + N എന്ന് പറയണത് ഡിവിസിബിൾ ബൈ 10 ആയിരിക്കണം. അപ്പം നമുക്ക് എമ്മിനെ 10 എന്നും പറഞ്ഞെടുത്ത് എന്നിനെ നമ്മൾ 5 എന്നും പറഞ്ഞെടുത്ത്. അപ്പം 10 + 5 എത്ര? 15. 15 10 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അപ്പം നമ്മുടെ ആൻസർ എന്തോന്നാണ്? അപ്പം തെറ്റേതാണ്?
എം പ്ലസ് എൻ ഈസ് ഡിവിസിബിൾ ബൈ 10 ആണ് നമ്മുടെ റോങ് ആൻസർ. സോ നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് നെസസറിലി ട്രൂ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. മനസ്സിലായോ? രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഒരു മിനിറ്റ്. ഇഫ് എ ഈസ് എ പ്രൈം നമ്പർ, എ എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പറാണ്, ബട്ട് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 3. എ 3യും കാട്ടി വലുതായിരിക്കും. എ സ്ക്വയർ മൈനസ് 1 ഈസ് ഡിവിസിബിൾ ബൈ വിച്ച് ഓഫ് ദി ഫോളോയിങ്? 6, 24, 2, നൺ ഓഫ് ദി എബവ്. അപ്പം എ സ്ക്വയർ മൈനസ് 1 ഈസ് ഡിവിസിബിൾ ബൈ വിച്ച് ഓഫ് ദി ഫോളോയിങ്. അപ്പം നമുക്ക് എ ഈസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞെടുക്കാം. സോറി. അപ്പോൾ എത്രയാണ്? 5 സ്ക്വയർ മൈനസ് 1 എത്രയാണ്? 25 മൈനസ് 1 എത്രയാണ്? 24. 24 വെച്ച് 6 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. 24 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. 24 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്തോ. എ ഈസ് ഈക്വൽ ടു 7 ചെയ്ത് നോക്കാം. അപ്പോൾ എത്രയാണ്? 7 സ്ക്വയർ മൈനസ് 1 എത്രയാണ്? 49 മൈനസ് 1 48. 48 6 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 6 8 ആർ 48. അപ്പോൾ എത്ര? 6 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 24 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 24 ഇൻറ്റു 2 എത്രയാണ്? 48. അപ്പം 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം 9 ഈസ് ഈക്വൽ, അപ്പം എ നമ്മൾ 11 എന്ന് പറഞ്ഞെടുക്കാൻ. 11 എത്രയാണ്? 11 സ്ക്വയർ മൈനസ് 1 121 മൈനസ് 1 എത്രയാണ്? 120. അപ്പോൾ എത്ര കിട്ടും? അപ്പോൾ എത്ര? 6 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. 24 120ൽ പോവും. 120 24ൽ പോവും. 2 പോവുമോ? പോവും. അപ്പോൾ എന്താണ്? എല്ലാം. അപ്പോൾ നമ്മൾ 6 വെച്ചും ചെയ്യാൻ പറ്റും, 24 വെച്ച് ചെയ്യാൻ പറ്റും, 2 വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? ആൻസർ എന്തോന്നാണ്? ഓൾ ഓഫ് ദീസ്. ആൻസർ എന്താണ്? ഓൾ ഓഫ് ദീസ് ആണ്. ഇതൊരു നോട്ടായിട്ട് എഴുതി വെച്ചോ. പി ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ, പി ഒരു പ്രൈം നമ്പർ ആണ്, ആ പ്രൈം നമ്പർ 3 കാട്ടി വലുതാണ്, ഗ്രേറ്റർ ദാൻ 3 ആണ്. ആ പി ഗ്രേറ്റർ ദാൻ 3 ആണ്. അപ്പം പി സ്ക്വയർ മൈനസ് 1 എന്ന് പറയുമ്പം ഡിവിസിബിൾ ബൈ 24. ഇത് 24 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഡിവിസിബിൾ ആണെങ്കിൽ 24ൻ്റെ ഫാക്ടേഴ്സ് കൊണ്ടും ഡിവിസിബിൾ ആണ്. 24ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ ആയിരിക്കും? 2, 3, 6, 12, 4, അങ്ങനെ എല്ലാം 24ൻ്റെ ഫാക്ടേഴ്സ് ആയിരിക്കും. അങ്ങനെ ഇതെല്ലാം വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും പീനെ. പി സ്ക്വയർ മൈനസ് 1നെ ഡിവിസിബിൾ ചെയ്യാൻ പറ്റുന്നതാണ്.